അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് വായിക്കാം. കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ, ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? യഹോവ തൻ്റെ ഉഗ്രകോപ ദിവസത്തിൽ ദുഃഖിപ്പിച്ചിരിക്കുന്ന എനിക്ക് അവൻ വരുത്തിയ വ്യസനം പോലൊരു വ്യസനമുണ്ടോ എന്ന് നോക്കുവിൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. മിസ്രയീമ്യരുടെ ഇരുമ്പ് ചൂളയിൽ നിന്നും മോശെ മുഖാന്തരം ദൈവം ഇസ്രായേൽ മക്കളെ രക്ഷിച്ചതിന് ശേഷം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് മരുഭൂമിയിൽ കൂടി അവരെ വഴി നടത്തി. കനാൻ ദേശത്തേക്കുള്ള യാത്രാമധ്യേ ദൈവം ജനത്തിന് ന്യായപ്രമാണം കൊടുത്തു. ജനത്തിന് തെറ്റുപറ്റാതെ ദൈവവുമായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് അഗ്നിമയമായ പ്രമാണം മോശെ മുഖാന്തരം ദൈവം ജനത്തിന് കൊടുത്തത്. ആ പ്രമാണം അനുസരിച്ചാൽ വലിയ നന്മകളും അനുഗ്രഹങ്ങളും ജനത്തിന് ലഭിക്കും. എന്നാൽ അത് ലംഘിച്ചാൽ ഘട്ടം ഘട്ടമായി ചെറിയ ശിക്ഷ തുടങ്ങി നിരന്തരമായ പാപങ്ങൾക്ക് ശിക്ഷയായി അന്യദേശത്തേക്ക് ജനത്തെ വിലവാങ്ങാതെ വിറ്റുകളയും എന്ന് ദൈവം ന്യായപ്രമാണ പുസ്തകത്തിൽ മോശയെ കൊണ്ട് എഴുതി വെപ്പിച്ചു. കാലാകാലങ്ങളിൽ അനേകം പ്രാവശ്യം ജനം ന്യായപ്രമാണം ലംഘിക്കുക വഴി ദൈവം തൻ്റെ പ്രവാചകന്മാരെ വിട്ട് ജനത്തിന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിക്കൂ. നിങ്ങൾ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ വലിയ കഷ്ടത്തിലായി പോകും എന്നായിരുന്നു ദൈവത്തിൻ്റെ പ്രവചനം. എന്നാൽ ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിക്കുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ആ കാലഘട്ടത്തിൽ ഭൂതങ്ങളുടെ ആത്മാവിൽ പ്രവചിക്കുന്ന കള്ളപ്രവാചകന്മാരും ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ പ്രവാചകന്മാർ പറയും, നിങ്ങൾ പാപങ്ങളെ ഉപേക്ഷിച്ച് ന്യായപ്രമാണം അനുസരിക്കൂ എന്ന്. എന്നാൽ കള്ളപ്രവാചകന്മാർ പറയും, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്കൊരു ദോഷവും വരികയില്ല, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന്. പാപം ചെയ്യുന്ന ജനത്തെ നോക്കി ആശ്വാസത്തിൻ്റെ വാക്കു പറയുന്ന ഭൂതങ്ങളുടെ പ്രവാചകന്മാരിൽ ജനം ആകൃഷ്ടരായി. ജനത്തിൻ്റെ പാപത്തിനെതിരെ അന്നുണ്ടായിരുന്ന കള്ളപ്രവാചകന്മാർ ഒരക്ഷരം പ്രവചിച്ചില്ല. അതുകൊണ്ട് തന്നെ പാപത്തിനെതിരെ പ്രവചിക്കുന്ന ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ ജനം വെറുക്കുവാൻ തുടങ്ങി. അവരെ വിലങ്ങ് വെച്ച് ജയിലിൽ ഇടുവാനും അടിക്കുവാനും കൊല്ലുവാനും തുടങ്ങി. ജനത്തിൻ്റെ പാപനിമിത്തം അവർ നേരിടുവാൻ പോകുന്ന വലിയ അനർത്ഥങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കുവാൻ ദൈവം കൂടുതൽ പ്രവാചകന്മാരെ അയച്ചു. ഒരു പ്രയോജനവും ഉണ്ടായില്ല. യിരെമ്യാവിൻ്റെ കാലം വന്നപ്പോൾ കരഞ്ഞുകൊണ്ട് യിരെമ്യാവ് രാജാക്കന്മാരോട് പ്രവചിച്ചു, ബാബേൽ രാജാവ് പുറപ്പെട്ടിട്ടുണ്ട്. നിശ്ചയമായി അവൻ വന്ന് രാജാവെ നിൻ്റെ കണ്ണിന് മുമ്പിൽ വെച്ച് നിൻ്റെ മക്കളെ കൊല്ലുകയും നിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ച് നിന്നെയും നിൻ്റെ കുടുംബക്കാരെയും ബാബേലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. യെരുശലേം ദേവാലയം തീ വെച്ച് ചുട്ടുകളയുകയും യെരുശലേമിൻ്റെ മതിലുകൾ ഇടിച്ചു കളയുകയും ചെയ്യും എന്ന് പ്രവചിച്ചു. ഇതേ സമയം കള്ളപ്രവാചകന്മാർ പ്രവചിച്ചത് ബാൽ എന്ന ഭൂതത്തിൻ്റെ ആത്മാവിലായിരുന്നു. ബാബേൽ ചക്രവർത്തി ഇവിടെ വരികയില്ല, ഒരു അമ്പ് ഇവിടെ എയ്യുകയുമില്ല എന്നാണ് കള്ളപ്രവാചകന്മാർ പ്രവചിച്ചത്. യിരെമ്യാവിനെ അടിക്കുകയും പട്ടിണിക്കിടുകയും ചെളിക്കുഴിയിൽ ഇടുകയും ഒക്കെ ചെയ്തെങ്കിലും ദൈവത്തെ ഭയമുള്ള യിരെമ്യാവും സഹപ്രവർത്തകനായ ബാരൂക്കും രാജാവിനേക്കാളും സൃഷ്ടാവിനെ ഭയപ്പെട്ട് വീണ്ടും വീണ്ടും പ്രവചിച്ചു കൊണ്ടിരുന്നു. രാജാവാകട്ടെ, പ്രഭുക്കന്മാരാകട്ടെ, ജനമാകട്ടെ, ആരും യിരെമ്യാവിൻ്റെ വാക്കുകൾ കൂട്ടാക്കിയില്ല. തന്നെയുമല്ല, യെരുശലേം ദേവാലയത്തിൽ പോലും ജനവും രാജാവും മഹാമ്ലേച്ഛതകൾ പ്രവർത്തിക്കുവാൻ തുടങ്ങി. ഒടുവിൽ 3 പ്രാവശ്യമായി ബാബേൽ രാജാവായ നെബൂഖദ്നേസർ രാജാവ് യഹൂദ രാജാക്കന്മാരിലും പ്രഭുക്കന്മാരിലും ജനത്തിലും കൊല്ലേണ്ടവരെ കൊല്ലുകയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോകേണ്ടുന്നവരെ ബാബേലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ ജനം വലിയ കഷ്ടതയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അവരെ രക്ഷിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് അവരോട് കരുണ തോന്നിയതുമില്ല. എന്നാൽ ആ കൂട്ടത്തിൽ ദൈവത്തെ അനുസരിച്ച് അവൻ്റെ കൽപ്പനകൾ പോലെ ജീവിച്ചു വന്ന വ്യക്തികളെ ദൈവം മാനിച്ചു. ന്യായപ്രമാണത്തെ ധിക്കരിച്ച് പാപം ചെയ്തവരെ കഠിനമായി ശിക്ഷിച്ചു. യഹോവ സിയോനിൽ ഉത്സവവും ശബ്ബത്തും മറക്കുമാറാക്കിയെന്ന് വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. പൈതങ്ങളും ശിശുക്കളും നഗരവീഥികളിൽ തളർന്നു കിടക്കുന്നു എന്ന് വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 11-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. യഹോവ നീതിമാൻ, ഞാൻ അവൻ്റെ കൽപ്പനകളോട് മത്സരിച്ചു എന്ന് വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ അതിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു.
അനേകം മുന്നറിയിപ്പുകൾ കൊടുത്തിട്ടും അനുസരിക്കാതിരുന്ന ജനത്തെ ബാബേൽ പ്രവാസത്തിലേക്ക് ദൈവം അയച്ചു കളഞ്ഞു. ഈ സാഹചര്യത്തിൽ വിലാപങ്ങൾ എന്ന പുസ്തകം എഴുതിയ യിരെമ്യാവ് യെരുശലേം പട്ടണം വിലപിക്കുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യമാണ് നാം ആദ്യം കേട്ടത്. കടന്നു പോകുന്ന ഏവരുമായിലോരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? യഹോവ തൻ്റെ ഉഗ്രകോപ ദിവസത്തിൽ ദുഃഖിപ്പിച്ചിരിക്കുന്ന എനിക്ക് അവൻ വരുത്തിയ വ്യസനം പോലൊരു വ്യസനമുണ്ടോ എന്ന് നോക്കുവിൻ. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യമാണ് നാം കേട്ടത്. ഈ വാക്യത്തിൽ കൂടി നമുക്കുള്ള സന്ദേശം എന്തെന്ന് നമുക്ക് നോക്കാം. യെരുശലേം മതിൽ ഇടിഞ്ഞു കിടക്കുന്നു. യെരുശലേം ദേവാലയം തീ വെച്ച് ചുട്ടുകളഞ്ഞിരിക്കുന്നു. സന്തോഷസ്വരവും മണവാളൻ്റെയും മണവാട്ടിയുടെയും സ്വരവും ശാബതും ഉല്ലാസവും എല്ലാം യെരുശലേമിലും അതിൻ്റെ വീഥികളിലും ഇല്ലാതെയായി. ജനങ്ങളെക്കൊണ്ട് നിറഞ്ഞ പട്ടണം ശൂന്യമായി തീർന്നു. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകൾ അവഗണിച്ചതുകൊണ്ട്. ജനം എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ന്യായപ്രമാണം അവഗണിച്ചത് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. നിന്റെ പ്രവാചകന്മാർ നിനക്ക് ഭോഷത്വവും വ്യാജവും ദർശിച്ചിരിക്കുന്നു. അവർ നിന്റെ പ്രവാസം മാറ്റുവാൻ തക്കവണ്ണം നിന്റെ അകൃത്യം വെളിപ്പെടുത്താതെ വ്യാജവും പ്രവാസകാരണവുമായ പ്രവാചകം ദർശിച്ചിരിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 14-ാം വാക്യമാണ് നാം കേട്ടത്. കള്ളപ്രവാചകന്മാർക്ക് എന്തുകൊണ്ട് വ്യാജം ദർശിക്കുവാനും പ്രവചിക്കുവാനും കഴിഞ്ഞു? ഒന്നാമതായി അവരിൽ കൂടി സംസാരിച്ചിരുന്നത് ഏദൻ തോട്ടത്തിൽ ഹവ്വായെ ഉപായത്താൽ ചതിച്ച സാത്താൻ്റെ ആത്മാവായിരുന്നു. എന്താണോ ദൈവം കൽപ്പിക്കുന്നത് അത് തെറ്റാണെന്ന് പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന പ്രതിയോഗി. പാപത്തിൽ രസിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അവൻ പറയുന്നത് അനുസരിക്കൂ, കുഴപ്പമില്ല, സാരമില്ല, മനുഷ്യൻ ബലഹീനരല്ലേ, ദൈവം ക്ഷമിച്ചുകൊള്ളും എന്നിത്യാദി ന്യായീകരണവുമായിട്ടായിരിക്കും സാത്താൻ നമ്മുടെ അടുക്കിലേക്ക് പ്രവാചക വേഷത്തിൽ കടന്നു വരുന്നത്. രണ്ടാമതായി ജനത്തിന് ന്യായപ്രമാണം വായിച്ച് മനസ്സിലാക്കുവാൻ താല്പര്യമില്ലായിരുന്നു. ജനം ദൈവത്തിലും അവൻ്റെ ന്യായപ്രമാണത്തിലും ആശ്രയിക്കേണ്ടതിന് പകരം പ്രവാചകന്മാരിലും അവരുടെ പ്രവചനത്തിലും പുരോഹിതന്മാരിലും ആശ്രയിച്ചു. ഇത് മനസ്സിലാക്കിയ സാത്താൻ കള്ളപ്രവാചകന്മാരെ ഉപയോഗിച്ച് ജനത്തെ തകർത്ത് കളഞ്ഞു. ഇപ്പോഴിതാ ജനം കഷ്ടത്തിലായി, ദേശം ശൂന്യവുമായി. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് പരിശോധിച്ച് നോക്കാമോ? ഈ കാലഘട്ടത്തെ വിവേചിച്ചാൽ യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തുവെന്ന് അനേകം സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ പാപത്തെ ഓർമ്മപ്പെടുത്തുന്ന പ്രവചനമാണോ നാം കേൾക്കുന്നത്? പുരോഹിതന്മാർ പറയുന്ന കാര്യങ്ങൾ ബൈബിളിലെ കാര്യം ആണോ എന്ന് നാം ശോധന ചെയ്യാറുണ്ടോ? നാം അത് ഉറപ്പുവരുത്താറുണ്ടോ? നമ്മുടെ ആത്മരക്ഷ വെച്ചുകൊണ്ട് ചൂത് കളിക്കുവാൻ ആരെയും നാം അനുവദിക്കരുത്. നമ്മുടെ ആത്മാവ് നരകത്തിൽ എത്തിയതിന് ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോഴാണ് രക്ഷാസമയം. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ മശിഹയെക്കുറിച്ചുള്ള പ്രവചനമാണ് നാം കാണുന്നത്. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി, ശാപഗ്രസ്തനായി, മുൾമുടി തലയിൽ തറയ്ക്കപ്പെട്ടവനായി, സ്വയരക്ഷയ്ക്ക് ഒരു തുള്ളി രക്തം പോലും ശേഷിപ്പിക്കാതെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നവനായ കർത്താവായ യേശു ക്രിസ്തു ഇരു കള്ളന്മാരുടെ നടുവിൽ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവനായി കാൽവരി ക്രൂശിൽ കിടക്കുന്നു. ആ വഴി കടന്നു പോകുന്നവരും ഇന്ന് ആ രംഗം മനസ്സിൽ കാണുന്നവരുമായ പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമുക്കിത് ഏതുമില്ലയോ എന്നാണ് പ്രവാചകൻ ചോദിക്കുന്നത്. യെരുശലേം ദേവാലയം തീ കൊണ്ട് വെന്തി കിടക്കുന്നത് ജനത്തിൻ്റെ പാപനിമിത്തമായിരുന്നു. അത് ദൈവത്തിൻ്റെ ആലയമാണ്. എന്നാൽ കാൽവരി ക്രൂശിൽ തകർന്നു കിടക്കുന്നത് ആലയമല്ല, ന്യായപ്രമാണം കൊടുത്തവനാണ്. പ്രമാണം അനുസരിക്കാതിരുന്നവർ അന്ന് അടിമകളായി പോകേണ്ടി വന്നു. ഇന്നിതാ പ്രമാണം കൊടുത്തവനെ തന്നെ ക്രൂശിച്ചിരിക്കുന്നു. ആ രംഗം ആര് കാണുന്നുവോ അവർക്ക് വേണ്ടിയും, ആരെല്ലാം വിശ്വസിക്കുന്നുവോ അവരുടെ പാപങ്ങൾക്ക് വേണ്ടിയുമാണ് യേശു കാൽവരി ക്രൂശിൽ തകർന്നു കിടക്കുന്നത്. നരകയാതന അനുഭവിച്ചാണ് അവൻ അവിടെ കിടന്നത്. നാം നരകത്തിൽ കിടന്ന് അനുഭവിക്കേണ്ട വേദനയും നിന്ദയും കഷ്ടതയുമാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കിടന്ന് അനുഭവിച്ചത്. ഇനി നാം ചെയ്യേണ്ടതൊന്നു മാത്രം, മരിച്ചുയർത്തവനായ കർത്താവായ യേശു ക്രിസ്തുവിനോട് മാത്രം നമ്മുടെ സകല പാപങ്ങളും അംഗീകരിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചതിന് ശേഷം സ്നാനം മുങ്ങുകയും ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവർക്ക് ദൈവം ദാനമായി കൊടുക്കുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ബൈബിൾ
ദിനംതോറും വായിച്ച് അതിൽ നാം എങ്ങനെ ജീവിക്കണമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്രകാരം ജീവിക്കുകയും ചെയ്തുകൊണ്ട് യേശുവിൻ്റെ സ്നേഹത്തിൽ വസിക്കുക എന്നതാണത്. എന്നാൽ നിശ്ചയമായും യേശു നമുക്ക് ജീവൻ തരും. യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ സമയം ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. യേശുവിനെ എതിരേൽക്കുവാൻ നമുക്ക് ഒരുങ്ങാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്നും വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ മനസ്സിലാക്കാതെ ജീവിക്കുന്നുവെങ്കിൽ തിരിച്ചറിയുവാൻ അവരുടെ ഹൃദയക്കണ്ണുകൾ അങ്ങ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെത്ര ക്ഷണികരാണെന്ന് മനസ്സിലാക്കി ജീവിപ്പാൻ വേണ്ട ദൈവകൃപാടിയനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്കും തന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.